പ്രിയ കൂട്ടുകാർക്ക് ഏവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അസം ജനതയ്ക്കുണ്ടായിട്ടുള്ള പ്രളയക്കെടുതിയും അനേകം ജീവനുകൾ അതിൽ പൊലിഞ്ഞു പോവുകയുണ്ടായി. അവരുടെ വളർത്തുമൃഗങ്ങളും അവരുടെ ജീവനോപാധികളും അവരുടെ വാസസ്ഥലവും പലതും ഒക്കെ അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ഈ ഒരു മോശം സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് അസം ജനതയ്ക്ക് എത്രയും പെട്ടെന്ന് ആവട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സാംസ്കാരിക വൈവിധ്യം കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും വളരെയേറെ മികവ് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് അസം. സപ്ത സഹോദരിമാർ എന്നാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഈ 7 സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത്. സപ്ത സഹോദരിമാർ, 7 സിസ്റ്റേഴ്സ്. ഈ പ്രളയക്കെടുതിക്ക് കാരണമായിട്ടുള്ളത് ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകിയും തീരമിടിച്ചിലും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. എല്ലാ വർഷവും മൺസൂൺ കാലത്ത് ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകുകയും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പോഷക നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലുമൊക്കെ അവിടെ പ്രളയം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മപുത്ര നദിയെ അസമിൻ്റെ ദുഃഖമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതേ ബ്രഹ്മപുത്ര നദിയാണ് അസമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്. അവിടുത്തെ കൃഷിക്കും അവരുടെ കുടിവെള്ള ആവശ്യത്തിനും ജലഗതാഗതത്തിനും ബ്രഹ്മപുത്ര നദിയെ അസം ജനത വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അസമിൻ്റെ ജീവരേഖ എന്ന് ബ്രഹ്മപുത്ര നദിയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അസം ജനത ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് എല്ലാം പൂർവാധികം നല്ല രീതിയിൽ ആവട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. നന്ദി.